ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഏത് 12ാമത്തെ ലെസൺ കുരങ്ങനും മുതലയും. എന്താണ് ഇന്ന് നമുക്ക് മനസ്സിലായത്? ശരിക്ക് ചങ്ങാതി നന്നാവണം അല്ലേ? നല്ലതായിരുന്നോ ഇവിടെ? മുതല ശരിക്ക് പറ്റിക്കൊരുതല്ലേ സുഹൃത്തിനാ അല്ലേ? അപ്പൊ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴഞ്ചൊല്ല് നമുക്കറിയാം അല്ലേ? എന്ത്, നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോ നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ആപത്തിൽ നമുക്ക് രക്ഷയ്ക്ക് എത്തും അല്ലേ? ആ ഫ്രണ്ട് നമ്മൾ അങ്ങനെ പല കഥകളും പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ. അപ്പൊ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് അല്ലേ? പക്ഷെ ഇതിലെങ്ങനെയായിരുന്നു? ആ ചങ്ങാതി ശരിക്ക് വഞ്ചിക്കാനായിരുന്നു അല്ലേ ആലോചന. പക്ഷേ അപായം മണത്താര് കുരങ്ങൻ എന്ത് ചെയ്തു? അപായം വരുമ്പോ എന്ത് ചെയ്തു? ഉപായം കണ്ടുപിടിച്ചു അല്ലേ കുരങ്ങൻ? അപായം വന്ന സമയത്ത് എന്ത് ചെയ്തു? കുരങ്ങന് ഒരു ഉപായം, ഒരു ബുദ്ധി മനസ്സിൽ തോന്നി, എന്നിട്ട് രക്ഷപ്പെട്ടു അല്ലേ കുരങ്ങൻ. അപ്പോ ഇതിലെന്താ പറഞ്ഞത്? ചങ്ങാത്തത്തിന്റെ പ്രാധാന്യവും ഊഷ്മളതയാണ് ഇതിൽ പറഞ്ഞു തരുന്നത് അല്ലേ നമുക്ക് അല്ലേ? നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ പ്രാധാന്യത്തിലാണ് ഈ കഥ ഊന്നുന്നത്. പക്ഷെ നിസ്വാർത്ഥമായ സ്നേഹം ആയിരുന്നില്ല അല്ലെ? സ്വാർത്ഥത ഉണ്ടായിരുന്നു അല്ലെ മുതലേക്ക്? ഭാര്യയുടെ കാര്യം വന്ന സമയത്ത് ഭാര്യയായിരുന്നു അതിന്റെ ആള് അല്ലെ? മുതല നല്ല ആളായിരുന്നു, പക്ഷെ സ്വാർത്ഥത കടന്നു വന്നു അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഇതിൽ കഥ. പക്ഷെ അപായം വന്ന സമയത്ത് എന്ത് തോന്നി? കുരങ്ങന് ഒരു ഉപായം കിട്ടി. അപ്പൊ കുരങ്ങൻ എന്ത് ചെയ്തു? ആ ബുദ്ധിയില് രക്ഷപ്പെട്ടു അല്ലെ? അതല്ലേ നമ്മുടെ കഥ. അപ്പൊ ഒന്നുകൂടി അതുവരെയുള്ളത് വായിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വരെയുള്ളത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പേജ് നമ്പർ നമ്മൾ ആദ്യം തന്നെ ആ ഫസ്റ്റ് മുതൽ വായിക്കാം. നമ്മൾ ഇന്നലെ എടുത്തത് വരെ ആദ്യം വായിക്കാം. 53ാമത്തെ പേജ് നമ്പർ ശ്രദ്ധിക്കുക. ഒരു നദിക്കരയിൽ ഒരു അത്തിമരം ഉണ്ടായിരുന്നു. ഒരു കുരങ്ങൻ അതിൽ പാർപ്പുറപ്പിച്ചിരുന്നു. അത്തിമരത്തിൽ നിറയെ അത്തിപ്പഴങ്ങൾ ഉണ്ടായപ്പോൾ കുരങ്ങന് വളരെ സന്തോഷമായി. നദിയിലേക്ക് ചാഞ്ഞു നിന്ന കൊമ്പ് അവൻ ഇടയ്ക്കിടെ പിടിച്ചു കുലുക്കും. അത്തിപ്പഴങ്ങൾ ഗുളുഗുളു ശബ്ദത്തോടെ വെള്ളത്തിൽ വീഴും. അത് കണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ. അത് കണ്ട് കുരങ്ങൻ പൊട്ടിച്ചിരിക്കും. നദിയുടെ മറുകരയിൽ ഒരു മുതല ഭാര്യയോടൊപ്പം താമസിച്ചിരുന്നു. ഒരു ദിവസം ഒറ്റയ്ക്ക് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ മുതല വെള്ളത്തിൽ എന്തോ വീഴുന്ന ശബ്ദം കേട്ടു. അവൻ അങ്ങോട്ട് നീന്തി. അത്തിമരത്തിൽ നിന്നും അത്തിപ്പഴങ്ങൾ തുരുതുരാ വീഴുന്നു. മുതല ആർത്തിയോടെ അത്തിപ്പഴങ്ങൾ തിന്നാൻ തുടങ്ങി. വെള്ളത്തിൽ വീണ അത്തിപ്പഴങ്ങൾ തിന്നു തീർന്നിട്ടും മുതലയുടെ കൊതി മാറിയില്ല. അവൻ പ്രതീക്ഷയോടെ മുകളിലേക്ക് നോക്കി. മരക്കൊമ്പിൽ ഒരു കുരങ്ങൻ. എന്താ ഇനിയും അത്തിപ്പഴങ്ങൾ വേണോ? കുരങ്ങൻ ചോദിച്ചു. മുതല മൂളി. കുരങ്ങൻ കൊമ്പ് പിടിച്ച് പിന്നെയും കുലുക്കി. കൂടുതൽ പഴങ്ങൾ താഴെ വീണു. മുതല അതും തിന്നു. നന്ദിയോടെ കുരങ്ങനെ നോക്കി. കുരങ്ങൻ മുതലയുടെ വിശേഷങ്ങൾ തിരക്കി. അങ്ങനെ അവർ ചങ്ങാതിമാരായി അല്ലെ? സുഹൃത്തുക്കളായി. ശരി, ഞാൻ പോകട്ടെ. കുറച്ച് അത്തിപ്പഴങ്ങൾ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാം, മുതല പറഞ്ഞു. പോയിക്കോളൂ, നാളെയും വരണേ, കുരങ്ങൻ ഓർമ്മിപ്പിച്ചു. നദി മുറിച്ച് നീന്തി മറുകരയിലെത്തിയ മുതല ഭാര്യയോട് അന്ന് നടന്ന കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു അല്ലെ? വിസ്തരിച്ച് പറയുക പറഞ്ഞാല് വിശദമായി പറയുക. പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും മുതൽ അത്തിമരത്തിന്റെ ചുവട്ടിലെത്തി. കുരങ്ങനോട് പലതും പറഞ്ഞ് രസിച്ചു. അത്തിപ്പഴങ്ങൾ വിശപ്പടങ്ങുവോളം തിന്നു. ഭാര്യയ്ക്ക് കൊടുക്കാൻ കുറെ പഴങ്ങളുമായി തിരിച്ചു പോന്നു. ഒരു ദിവസം മുതലയുടെ ഭാര്യ അസുഖം നടിച്ചു കിടന്നു. മുതലയ്ക്ക് സങ്കടമായി. അന്ന് കൊണ്ടുവന്ന അത്തിപ്പഴങ്ങളൊന്നും മുതലയുടെ ഭാര്യ കഴിച്ചില്ല. അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതല്ലേ? ഞാൻ വൈദ്യരുടെ അടുത്ത് പോയിരുന്നു. എനിക്ക് വലിയ രോഗമാണെന്നാ അയാൾ പറഞ്ഞത്. അതിനൊറ്റ ഔഷധമേ ഉള്ളൂ. അത് ഉടനെ കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നും വൈദ്യർ പറഞ്ഞു. എന്താണ് ആ ഔഷധം? കൗതുകത്തോടെ മുതല തിരക്കി. ഒരു കുരങ്ങന്റെ ഹൃദയം തിന്നണം, ഭാര്യ പറഞ്ഞു. കുരങ്ങന്റെ ഹൃദയമോ? അതെങ്ങനെ കിട്ടും? നിങ്ങളുടെ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ അവന്റെ ഹൃദയം എടുത്തോളാം. എല്ലാ ദിവസവും അത്തിപ്പഴങ്ങൾ തിന്ന് തടിച്ചു കൊഴുത്ത കുരങ്ങനെ തിന്നുവാനാണ് മുതലയുടെ ഭാര്യ ഈ സൂത്രം ഒപ്പിച്ചത് അല്ലെ? അതുവരെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? മുതലേക്ക് അടുത്ത് ശ്രദ്ധിക്കുക. മുതലേക്ക് വല്ലാത്ത സങ്കടമായി.
ഒരു ഭാഗത്ത് ഭാര്യയുടെ ജീവൻ, മറുഭാഗത്ത് കൂട്ടുകാരന്റെ ജീവൻ. എന്ത് ചെയ്യും? അല്ലെ? മുതലക്കാകെ ധർമ്മ സങ്കടത്തിലായി മുതല. അല്ലെ? ഒരു ഭാഗത്ത് ഭാര്യയുടെ ജീവനാണ്, മറുഭാഗത്തോ സുഹൃത്തിന്റെ ജീവൻ. അല്ലെ? അപ്പോ എന്ത് ചെയ്യും? മുതല ആലോചിച്ചു. നിങ്ങൾക്ക് എന്നോടുള്ളതിനേക്കാൾ സ്നേഹം കൂട്ടുകാരനോടാണ് അല്ലേ എന്ന് ചോദിച്ചു. അല്ലെ? നിങ്ങൾക്ക് എന്നോടുള്ളതിനേക്കാൾ സ്നേഹം കൂട്ടുകാരനോടാണ് അല്ലേ എന്ന് ചോദിച്ചു. മുതലയുടെ ഭാര്യ കള്ളക്കണ്ണീരൊഴുക്കി. കള്ളക്കണ്ണീര് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങളൊക്കെ ഇടക്ക് ഒഴുക്കാറുണ്ട് അല്ലേ? ഇല്ലേ? കള്ളക്കണ്ണീര് ഇല്ല, ഇവര് ഒറിജിനൽ കണ്ണീരേ ഒഴുക്കാറുള്ളൂ. കുട്ടികൾ പൊതുവേ കള്ളക്കണ്ണീര് ഒഴുക്കുന്നവരാണ്, എനക്കറിയാ. അല്ലെ? വെറുതെ കരിയും, വെറുതെ അല്ലെ? എന്തെങ്കിലും മുട്ടായി കിട്ടാനും മറ്റേ ചെറിയ ചെറിയ സില്ലി കാര്യങ്ങൾക്ക് വെറുതെ കരിയും. അതാണ് ഈ കള്ളക്കണ്ണീര്, അല്ലെ? തട്ടിപ്പിലെ കണ്ണീര്, അല്ലെ? അപ്പൊ കള്ളക്കണ്ണീര് ഒഴുക്കി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഒടുവിൽ മുതല നിശ്ചയിച്ചു, കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഒടുവിൽ ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്? ഭാര്യക്ക് തന്നെ പ്രാധാന്യം കൊടുത്തു അല്ലെ മുതല? അങ്ങനെ എന്ത് തീരുമാനിച്ചു? മുതല തീരുമാനിച്ചു ആരെ? കുരങ്ങനെ, അതായത് തന്റെ ഫ്രണ്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക, ഇങ്ങോട്ട് കൊണ്ടുവരിക തന്നെ. പക്ഷെ എങ്ങനെ കൊണ്ടുവരും? അല്ലെ? എങ്ങനെ, എന്ത് പറഞ്ഞിട്ടാണ് കൊണ്ടുവരിക എന്നാണ് മുതല ആലോചിച്ചു. മുതല കുരങ്ങന്റെ അടുത്തെത്തി. ചങ്ങാതി, എല്ലാ ദിവസവും എന്റെ ഭാര്യ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറയും. നീ കുലുക്കിയിട്ട് തരുന്ന അത്തിപ്പഴം അവളും കഴിക്കുന്നതല്ലേ? അവൾക്ക് നിന്നെ ഒന്ന് കാണണമത്രേ. ഇന്ന് നിനക്ക് വിരുന്നൊരുക്കി അവൾ കാത്തിരിക്കുന്നു. അല്ലെ? എങ്ങനെയാ പറഞ്ഞേ? നിന്റെ ഹൃദയം വേണോ, എനക്ക് വേണോ, അതുകൊണ്ട് നീ എന്റെ വീട്ടിലേക്ക് വാന്നാണോ പറഞ്ഞത്? അല്ല അല്ലെ? സൂത്രത്തിൽ മുതല കാര്യം അവതരിപ്പിച്ചു. എന്തു പറഞ്ഞു? ചങ്ങാതി, എല്ലാ ദിവസവും എന്റെ ഭാര്യ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറയും. നീ കുലുക്കിയിട്ട് തരുന്ന അത്തിപ്പഴം അവളും കഴിക്കുന്നതല്ലേ? അവൾക്ക് നിന്നെ ഒന്ന് കാണണമത്രേ. ഇന്ന് നിനക്ക് വിരുന്നൊരുക്കി അവൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലെ? അങ്ങനെ പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മുതല തീരുമാനിക്കുന്നത്. അപ്പൊ അത് കേട്ടപ്പോൾ കുരങ്ങൻ മുതലയുടെ പുറത്ത് ചാടിക്കയറി. അല്ലെ? കുരങ്ങന് ഒന്നും അറിയില്ല. കുരങ്ങൻ എന്ത് ചെയ്തു? അത് കേട്ട സമയത്ത് എന്ത് ചെയ്തു? മുതലയുടെ പുറത്ത് ചാടിക്കയറി. എന്നിട്ട് എന്ത് ചെയ്തു? മുതല നീന്താൻ തുടങ്ങി. നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? അപ്പോ മുതലക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ട് അല്ലെ? കൂട്ടുകാരനെ ചതിക്കുന്നതിൽ ഒരു സങ്കടം ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു. അത് എന്ത് പറഞ്ഞു? ഏകദേശം നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? മദ്യം എന്ന് പറഞ്ഞാൽ എവിടെയാ? എന്താ മദ്യം എന്ന് പറഞ്ഞാൽ നടുക്ക് അല്ലെ? നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ എന്ത് പറഞ്ഞു? മുതല കാര്യങ്ങളെല്ലാം സത്യസന്ധമായി പറഞ്ഞു. അല്ലെ? അത്രയും സമയം എന്താ പറഞ്ഞേ? നിനക്കൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്, അത് കഴിക്കാൻ നിന്നെ വിളിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നദിയുടെ മധ്യത്തിലെത്തിയ സമയത്ത് എന്ത് പറഞ്ഞു? ഇന്നാണെന്ന് സത്യസന്ധമായ കാര്യം, എന്തിനാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം ശരിക്കും സത്യസന്ധമായി അവതരിപ്പിച്ചു. ഓ, അതിനായിരുന്നോ? എങ്കിൽ നേരത്തെ പറയണ്ടേ? ഒരു വലിയൊരു വിലയൊന്നും കാണിക്കാതെ കുരങ്ങൻ പറഞ്ഞു, ഓ അതിനായിരുന്നു, എന്നാൽ നേരത്തെ പറയണ്ടേ എന്ന് പറഞ്ഞു. ചങ്ങാതി, നിന്റെ ഭാര്യക്ക് ഹൃദയം തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ? പക്ഷേ ഹൃദയം മരത്തിന് മുകളിൽ കെട്ടിവച്ചിട്ടല്ലേ ഞാൻ പോന്നത്. അപ്പൊ മുതലയോട് എന്താ പറഞ്ഞ കുരങ്ങൻ? എന്റെ ഹൃദയം ഞാൻ മരത്തിന് മുകളിൽ കെട്ടിവെച്ചിട്ടാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യും? തിരിച്ചു പോവല്ലേ നിവൃത്തിയുള്ളൂ എന്ന് മുതലയോട് കുരങ്ങൻ പറഞ്ഞു. അല്ലെ? അന്നവാട് മുതൽ എന്ത് ചെയ്തു? തിരിച്ചു പോയി. അല്ലെ? മുതലക്ക് ബുദ്ധിയില്ല അല്ലെ? അപ്പൊ മുതല എന്ത് ചെയ്തു? അപ്പോൾ എന്ത് ചെയ്യും? മുതല ചോദിച്ചു. നമുക്ക് തിരിച്ചു ചെന്ന് അത് എടുത്തിട്ട് പോകാം എന്ന് ആര് പറഞ്ഞു? കുരങ്ങൻ പറഞ്ഞു. മുതല തിരിച്ചു നീന്തി. അത്തിമരത്തിനടുത്തെത്തിയപ്പോൾ കുരങ്ങൻ മരത്തിലേക്ക് ഓടിക്കയറി. ഉണങ്ങിയ കമ്പുകൾ, കമ്പ് എന്താർത്ഥം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കമ്പ് ചില്ല അല്ലെ? ഉണങ്ങിയ കമ്പുകൾ അടർത്തി മുതലയെ എറിഞ്ഞു. ചങ്ങാതിയെ ചതിക്കുന്ന ദുഷ്ട, നീ ഇനി ഇങ്ങോട്ട് വരരുത്. അല്ലെ? നമ്മൾ ഒരിക്കലും ഒരു സുഹൃത്തിനെ വഞ്ചിക്കരുത് അല്ലെ? ഇതിപ്പോ ചതിക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ചങ്ങാതിയെ ചതിക്കുന്ന ദുഷ്ട എന്ന് വിളിച്ചു അല്ലെ? ഫ്രണ്ടിനെ ദുഷ്ട എന്ന് വിളിച്ചു. അപ്പൊ ഇനി നീ ഇങ്ങോട്ട് വരരുത്, കുരങ്ങൻ പല്ലിളിച്ചു കൊണ്ട് പറഞ്ഞു. മുതല നിരാശനായി തിരിച്ചു നീന്തി. എന്തുകൊണ്ടാണ് നിരാശനായത്? എന്തുകൊണ്ടാണ് മുതല നിരാശനായി തിരിച്ചു നീന്തിയത്? എന്തുകൊണ്ടാ മക്കളെ? ആർക്കറിയാ അതിന്റെ ആൻസർ? എന്തുകൊണ്ടാണ് മുതല നിരാശനായി തിരിച്ചു നീന്തിയത്?
എന്തേ റിലു? എന്തുകൊണ്ടാണ് മുതല നിരാശനായി തിരിച്ചു നീന്തിയത്? കുരങ്ങന്റെ ഹൃദയം മരത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, കുരങ്ങനെ കിട്ടിയില്ല അല്ലെ? കുരങ്ങൻ എന്ത് ചെയ്തു? അപായം മണത്ത കുരങ്ങൻ എന്ത് ചെയ്തു? ബുദ്ധി പ്രയോഗിച്ചു അല്ലെ? എന്റെ ഹൃദയം ആരെങ്കിലും മരത്തിൽ കെട്ടി വെക്കോ? ഇല്ലല്ലോ, നമ്മളെ കൂടെ ഉണ്ടാവുന്ന സാധനല്ലേ. അപ്പൊ ഹൃദയം മരത്തിലാ കെട്ടിന്ന് പറയുമ്പോ മുതല അത് വിശ്വസിച്ചു. അപ്പൊ തിരിച്ച് അങ്ങോട്ട് തന്നെ നീന്തി. അപ്പൊ കുരങ്ങൻ രക്ഷപ്പെട്ടില്ലേ? അപ്പൊ കുരങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ്, ഭാര്യക്ക് ഹൃദയം കൊടുക്കണം, കുരങ്ങൻ ഇല്ല കൂടെ അല്ലെ? അതുകൊണ്ടാണ് നിരാശനായി കുരങ്ങൻ മുതല തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അതാണ് കഥ അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? നിങ്ങളെ ഇനി ചങ്ങാതിമാരെ വഞ്ചിക്കോ? ഇല്ല അല്ലെ? ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ട. ചങ്ങാതി നല്ലൊരു സുഹൃത്ത് നമുക്ക് നല്ലത് തന്നെയാണ് അല്ലെ? നമ്മൾ അവരെ ഒരിക്കലും വഞ്ചിക്കരുത്. അപ്പോ അതാണ് കഥ, കുരങ്ങനും ചങ്ങാതിയും അല്ല, കുരങ്ങനും മുതലയും. നെക്സ്റ്റ് നമുക്ക് അതിന്റെ പദങ്ങളുടെ അർത്ഥാണ്. അറിയാത്ത ഏതൊക്കെയാണുള്ളത്? സിമ്പിൾ ആണല്ലേ? അങ്ങനെ അറിയാത്തൊന്നുമില്ല. ആർത്തി. ആർത്തി പറഞ്ഞ എന്താണ്? കൊതി അല്ലേ? ഓക്കെ, ആർത്തി തോന്നുക നമ്മൾ പറയാറില്ലേ? കൊതി തോന്നുക. ഔഷധം. ഔഷധം പണ്ടേ നമ്മൾ അതിനെ പഠിക്കുന്ന ഔഷധം, മരുന്ന്. ഔഷധം, മരുന്ന്. നെക്സ്റ്റ് വൺ കമ്പ് അല്ലെ? കമ്പ്, ചില്ല. കമ്പ്, ചില്ല. ജോയലെ പെൻസിൽ കടിക്കരുത്. എന്തിനാടാ പെൻസിൽ കടിച്ചു പൊട്ടിക്കുന്നേ? ഓക്കെ. ഔഷധം, മരുന്ന്, കമ്പ്, ചില്ല. നെക്സ്റ്റ് നടിക്കുക. നടിക്കുക, അഭിനയിക്കുക. നമ്മൾ പറഞ്ഞല്ലേ ക്ലാസ്സിന്റെ സമയത്ത്? നടിക്കുക, അഭിനയിക്കുക. നെക്സ്റ്റ് വൺ എന്താണ്? പാർക്കുക. പാർക്കുക, പാർക്കുക, താമസിക്കുക. താമസിക്കുക. ഓക്കെ, പാർക്കുക, താമസിക്കുക. എഴുതിക്കോ അർത്ഥം. അതിന് നേരെ എടുത്ത് എഴുതിക്കോ. ആർത്തി, കൊതി. എഴുതി. ആർത്തി, കൊതി. ആർത്തി, കൊതി. സനക്ക് കേൾക്കുന്നില്ലേ സന? സനക്ക് കേൾക്കുന്നില്ലേ സന? ഓക്കെ. ആർത്തി, കൊതി അല്ലേ? നെക്സ്റ്റ് വൺ ഔഷധം. ഏതി ഔഷധം? എന്താ അർത്ഥം? മരുന്ന്. ഔഷധം, മരുന്ന്. ഔഷധം, മരുന്ന്. നെക്സ്റ്റ് വൺ കമ്പ്. കമ്പ്, ചില്ല. എഴുതിയോ? ബെനീറ്റ് എഴുതിയോ? ധാരാ ബെനീറ്റ? കുഞ്ഞുവാവ എന്താ പണിയെടുക്കുന്നത് ബെനീറ്റരെ? നെക്സ്റ്റ് വൺ നടിക്കുക. നടിക്കുക, അഭിനയിക്കുക. ജൊഹാന എഴുതുന്നുണ്ടോ? ജൊഹാന? ജൊഹാനെ കാണാറേ ഇല്ലല്ലോ ക്ലാസ്സില്. സിദ്ധാന്ത് കൃഷ്ണ എന്തേ ലേറ്റ് ആയി മോനെ കേറാൻ? പേജ് നമ്പർ നമ്മളിപ്പോ ആ കുരങ്ങനും മുതലയും എന്നുള്ള ഒരു പാഠം കഴിഞ്ഞു. സിദ്ധാന്ത് ഉണ്ടായിരുന്നില്ലോ കഴിഞ്ഞ ദിവസം? ഉണ്ടായോ? പേജ് നമ്പർ നമ്മളിപ്പോ പറയുന്നത് അർത്ഥാണ്. കുരങ്ങനും മുതലയും എന്നുള്ള പാഠത്തിന്റെ അർത്ഥം. പേജ് നമ്പർ 55, 55-ാമത്തെ പേജ്. അതിലാണ് ഞാൻ അർത്ഥാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. നമ്മുടെ നിഘണ്ടുവില് ഏറ്റവും ബാക്ക് വശത്തുണ്ട് പേജ് നമ്പർ 78. കണ്ടോ? ഓക്കെ, നോക്കി എഴുതണം തെറ്റിക്കാതെ. ആർത്തി, കൊതി. എന്തേ? എന്തേ ജോഹാന? നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് ദിവസമായി മോളെ കാണാത്തെ.
ജോഹാനരെ ജോഹാന കേറുന്നേ ഇല്ല അല്ലെ ജോഹാന? കേറാൻ പറ്റുന്നില്ല. ഇല്ല അല്ലേ? റിപ്പോർട്ട് പ്രോബ്ലം ആണോ? ഇന്ന് കിട്ടിയല്ലോ. ഇന്ന് മോളിലായിരിക്കുന്നു. എന്നാ അങ്ങനെ ഇരുന്നാ മതി കേട്ടോ. അവിടെ ഇരുന്നോ. എല്ലാ ക്ലാസ്സിലും കയറണം കേട്ടോ മോളെ. ഓക്കെ. അപ്പൊ എഴുതിയോ? ഔഷധം, മരുന്ന്, കമ്പ്, ചില്ല. നടിക്കുക, നടിക്കുക, അഭിനയിക്കുക. കടയിലാ. എനിക്കൊരു പന്ത് കളിക്കണേ. എനിക്കൊരു പന്ത് കളിക്കണം. പാർക്കുക. ആർക്കാണ് ഈ പന്ത് വാങ്ങേണ്ട ആള്? അർത്ഥം എഴുതിയ എല്ലാവരും? അർത്ഥം കഴിഞ്ഞിട്ട് ഓക്കെ ഉത്തരം കണ്ടെത്തുകയാണ് അല്ലെ. അതിൽ ഒന്നാമത്തത് കുരങ്ങിന് സന്തോഷം തോന്നിയത് എപ്പോൾ? കുരങ്ങിന് സന്തോഷം തോന്നിയത് എപ്പോൾ? എപ്പോഴാണ് സന്തോഷം തോന്നിയത്? അയ്യോ പാഠം ശ്രദ്ധിച്ചില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ആസിദ് സഫ ഉണ്ടായിട്ട കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പൊ മനസ്സിലായോ ക്ലാസ്സിൽ ഇല്ലതിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് കുരങ്ങിന് സന്തോഷം തോന്നിയത്? ഓക്കെ, അത്തിമരത്തിൽ നിറയെ അത്തിപ്പഴങ്ങൾ ഉണ്ടായപ്പോഴാണ് കുരങ്ങന് സന്തോഷം തോന്നിയത് അല്ലെ. എങ്ങനെ ആൻസർ? അത്തിമരത്തിൽ നിറയെ അത്തിപ്പഴങ്ങൾ ഉണ്ടായപ്പോഴാണ് കുരങ്ങന് സന്തോഷം തോന്നിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മുതല പ്രതീക്ഷയോടെ മുകളിലേക്ക് നോക്കിയത് എന്തിലേക്ക്? എന്തിനാണ്? അത്തിപ്പഴങ്ങൾ തിന്നിട്ടും കൊതി തീരാതെയാണ് മുതല കൊതി തീരാത്തത് കൊണ്ടാണ് മുതല പ്രതീക്ഷയോടെ മുകളിലേക്ക് നോക്കിയത്. നെക്സ്റ്റ് മൂന്നാമത്തത് പെൺമുതലയുടെ രോഗത്തിനുള്ള മരുന്ന് എന്ത്? എന്താണ്? കുരങ്ങന്റെ ഹൃദയം തിന്നണം എന്നതായിരുന്നു ഓക്കെ. കുരങ്ങന്റെ ഹൃദയം തിന്നണം എന്നതായിരുന്നു പെൺമുതലയുടെ രോഗത്തിനുള്ള മരുന്ന് അല്ലെ. രോഗത്തിനുള്ള മരുന്ന്. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ കുരങ്ങൻ രക്ഷപ്പെട്ടത് എങ്ങനെ രക്ഷപ്പെട്ടിനെ? കുരങ്ങനില് മരത്തില് ഹൃദയം കെട്ടിവെച്ചത് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ആൻസർ ചെയ്യേണ്ടത്? തന്റെ ഹൃദയം മരത്തിന് മുകളിലാണെന്ന് കുരങ്ങൻ മുതലയോട് കളവ് പറഞ്ഞു അല്ലെ. അങ്ങനെയാണ് മുതല കുരങ്ങനെ തിരിച്ചെത്തിച്ചു, മരത്തിനടുത്തേക്ക് തിരിച്ചെത്തു. അങ്ങനെയാണ് കുരങ്ങൻ രക്ഷപ്പെട്ടത് അല്ലെ. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യന്റെ ആൻസറാ ഉള്ളത്. ഓക്കെ, ആരാണ് മിസ് വിളിക്കുന്നത്? ഓക്കെ, എന്താ ഡോഷൻ? കഴിച്ചു കഴിഞ്ഞു ഡോഷൻ? എന്താ ചാർജ് കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ പിന്നെ ക്ലാസ്സിന് ലെഫ്റ്റ് ആവില്ലേ? ഓക്കെ. അപ്പൊ മൂന്നാമത്തത് മാതൃക പോലെ മാറ്റി എഴുതുകയാണ് അല്ലെ. ആക്ടിവിറ്റീസിൽ 3 നോക്കിയേ. മാതൃക പോലെ മാറ്റി എഴുതുക. അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അത്തിപ്പഴത്തിന് നല്ല രുചി അല്ലെ. അത്തിപ്പഴത്തിന് എന്ത് രുചി? അത്തിപ്പഴത്തിന് നല്ല രുചി എന്നുള്ളത് എങ്ങനെയാ മാറ്റി എഴുതിയത്? അത്തിപ്പഴത്തിന് എന്ത് രുചി? അപ്പൊ പൂവിന് നല്ല നിറം. അന്നേരം എന്താ നിങ്ങൾ എഴുതേണ്ടത്? പൂവിന് നല്ല നിറം, അങ്ങനെയല്ലേ എഴുതേണ്ടത്? മനസ്സിലായിട്ടില്ല? ആരും സംസാരിക്കുന്നില്ല അവിടെ. അപ്പൊ പൂവിന് നല്ല നിറം. ഓക്കെ, നല്ല എന്ന വിശേഷണ പദത്തോടു കൂടി എഴുതണം അല്ലെ. ഓക്കെ, എന്നാ എഴുതി. എങ്ങനെ എഴുതണ്ടേ? എഴുതാൻ അറിയോ? ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, പൂവിന് നല്ല നിറം എഴുതുക. അല്ലെങ്കിലോ വളരെ നല്ല പൂവ് അല്ലെ.
എന്താ എഴുതുന്നേ? പൂവിന് നല്ല നിറം നിൽക്കും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്തിപ്പഴത്തിന് നല്ല രുചി. അപ്പൊ അത്തിപ്പഴത്തിന് എന്ത് രുചി എന്ന് എഴുതിയിട്ടില്ലേ? അപ്പൊ പൂവിന് നല്ല നിറം എന്നുള്ളത്. അപ്പൊ പൂവിന് എന്ത് നിറം അങ്ങനല്ലേ എഴുതേണ്ടത്? പൂവിന് എന്തു നിറം എഴുതിക്കോ. അതേപോലെ എഴുതിയിട്ട് എന്തു നാടെ എഴുതിയുകൊണ്ട് എല്ലാം അതേപോലെ തന്നെ. പക്ഷെ നിറം എഴുതണം. പൂവിന് എഴുതണം. അത്തിപ്പഴത്തിന് എഴുതാൻ പാടില്ല. മുകളിൽ എഴുതിയ പോലെ. എന്തു മണം? അല്ല, പൂവിന് നല്ല നിറം എന്നാണില്ലേ? അപ്പൊ പൂവിന് എന്ത് നിറം എന്നാണ് എഴുതേണ്ടത്. എഴുതിയോ? ആരെങ്കിലും എഴുതി? എഴുതിയിട്ടുണ്ട്. എഴുതിയല്ലേ? ഓക്കെ. തെറ്റാതെ എഴുതണേ. മേലെ എഴുതിയതുപോലെ തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? അത്തിപ്പഴത്തിന് നില സ്ഥലത്ത് നിങ്ങൾ പൂവിന് എഴുതണം. എന്നിട്ട് എന്തു രുചി അവിടെ മേലെ ഉള്ളതിന് പകരം നിങ്ങൾ എഴുതണം എന്ത്? നിറം എഴുതണം. മനസ്സിലായോ? അപ്പൊ പൂവിന് എന്തു നിറം. നെക്സ്റ്റ് വൺ, പൂമ്പാറ്റയ്ക്ക് നല്ല ഭംഗി. പൂമ്പാറ്റയ്ക്ക് എന്തു ഭംഗി. മനസ്സിലായോ? അത് എങ്ങനെ ചേർക്കുന്നത്? പൂമ്പാറ്റയ്ക്ക് എന്തു ഭംഗി. നെക്സ്റ്റ്, മാമ്പഴത്തിന് കേൾക്കുന്നില്ലേ? മാമ്പഴത്തിന് നല്ല മണം. മാമ്പഴത്തിന് എന്തു മണം. ഓക്കെ, അത്ര പോലെയാണ് എഴുതേണ്ടത്. ഒന്നുമില്ല, നല്ല എന്നുള്ളടുത്ത് എന്തുന്ന് ചേർക്കണം. അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട് നമുക്ക്. അത്തിപ്പഴത്തിന് നല്ല രുചി എന്നുള്ളത് അത്തിപ്പഴത്തിന് എന്ത് രുചി. അതേപോലെ ആ നല്ല എന്നുള്ള സ്ഥലത്തൊക്കെ ഏത് യൂസ് ചെയ്യണം? എന്തു എന്നുള്ള പദം യൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ടൈമിൽ തന്നെ എഴുതിക്കോ കേട്ടോ മക്കളെ. മിസ് മൊത്തം എഴുതി കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞോ എല്ലാവർക്കും? മിസ് മൊത്തം എഴുതി കഴിഞ്ഞു. എഴുതാതിരിക്കുന്നില്ലല്ലോ ആരും? മിസ് മൊത്തം എഴുതി കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ആരും എഴുതാതിരിക്കുന്നില്ലല്ലോ? എല്ലാരും എഴുതുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ്? മാതൃക പോലെ മാറ്റി എഴുതുക എന്നുള്ളത്. മാതൃക അവിടെ തന്നിട്ടുണ്ട്. അത്തിപ്പഴത്തിന് നല്ല രുചി എന്നുള്ളത് അത്തിപ്പഴത്തിന് എന്തു രുചി. പൂവിന് നല്ല നിറം. പൂവിന് എന്തു നിറം. പൂമ്പാറ്റയ്ക്ക് നല്ല ഭംഗി. പൂമ്പാറ്റയ്ക്ക് എന്തു ഭംഗി. മാമ്പഴത്തിന് നല്ല മണം എന്നുള്ളത് മാമ്പഴത്തിന് എന്തു മണം. ഓക്കെ, അത്ര പോലെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വണ്ണാണ് ആക്ടിവിറ്റീസില് ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ എടുത്തെഴുതുക എന്നാണ് ഉള്ളത്. അല്ലെ? ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ എടുത്തെഴുതുക. അപ്പൊ എന്തൊക്കെയുള്ളത്? കുഞ്ഞു വലീദ് വീട്ടിലേക്ക് പുറപ്പെട്ടു. നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. സന്ധ്യ വരെ കളിച്ചതിന്റെ ക്ഷീണവും. നേരം വൈകിയിരിക്കുന്നു. അവർ പേടിയോടെ ബെല്ലടിച്ചു. അപ്പോ അവൻ പേടിയോടെ എന്നുള്ളത് റെഡിങ്ങിലായിട്ടുള്ളത് അല്ലെ? ചുവന്ന നിറത്തിലുള്ളതാണ്. നമ്മൾ വാക്കുകൾ എടുത്തെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പേടിയോടെ എന്നുള്ളത് എടുത്തെഴുതണം. ഇത് താഴെ എന്താ പറഞ്ഞാൽ ഒരുപാട് എഴുതാനുണ്ട്. ഓക്കെ, മിസ് അതൊന്ന് വായിക്കാം. എടുത്തെഴുതിയ പദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നുണ്ട്. വാക്യത്തിൽ പ്രയോഗിക്കുക എങ്ങനെയാണെന്ന് അറിയോ? ആ ഒരു പദം വരുന്ന വാക്യം ഉണ്ടാക്കുകയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പൊ പേടിയോടെ ബെല്ലടിച്ചു. മകനെ കണ്ട് അമ്മ ആശ്വാസത്തോടെ കതക് തുറന്നു. നേരം വൈകിയതിനെ അപ്പൊ ആശ്വാസത്തോടെ എന്നും വന്നു അല്ലെ? രണ്ടാമത്തത്, ആദ്യത്തത് പേടിയോടെ, രണ്ടാമത്തത് ആശ്വാസത്തോടെ. അപ്പൊ നേരം വൈകിയതിന്റെ മകനെ വഴക്ക് പറഞ്ഞു. അവൻ ക്ഷമയോടെ കേട്ടു. മൂന്നാമത്തെ വേർഡ് ഏതാണ്? ക്ഷമയോടെ. പിന്നെന്താണ്? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അമ്മേ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. അടുത്ത വേർഡ് എന്നാ? പ്രതീക്ഷയോടെ. നേരത്തിന് വരാതിരുന്നാൽ എങ്ങനെയാ? അവർ നീരസത്തോടെ അന്വേഷിച്ചു. നീരസത്തോടെ. അപ്പോ അടുത്ത വേർഡാണ് നീരസത്തോടെ. നെക്സ്റ്റ്, കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും തയ്യാറാക്കി തരാം. അമ്മ ദേഷ്യത്തോടെ തുടർന്നു. ദേഷ്യത്തോടെ. എന്നാൽ എന്തെങ്കിലും കുടിക്കാൻ താ, അവൻ അക്ഷമയോടെ ആവശ്യപ്പെട്ടു. അല്ലെ? അക്ഷമയോടെ ആവശ്യപ്പെട്ടു, ക്ഷമയില്ലാതെ. അമ്മ ശ്രദ്ധയോടെ പാലെടുത്തു കൊടുത്തു. ശ്രദ്ധയോടെ, ശ്രദ്ധാപൂർവം നട്ടം. അവൻ രുചിയോടെ കുടിച്ചു. പിന്നെ മടിയോടെ കുളിച്ചു. വസ്ത്രം മാറുമ്പോഴേക്കും വെന്ത ഭക്ഷണത്തിന്റെ മണം എങ്ങും പരന്നു. അവൻ കൊതിയോടെ കാത്തിരുന്നു.
അമ്മ സ്നേഹത്തോടെ വിളമ്പിക്കൊടുത്തു. അവൻ ആർത്തിയോടെ തിന്നു. പിന്നെ ഉത്സാഹത്തോടെ പഠിച്ചു. അപ്പൊ ഇത്രയും വേർഡ്സുകളാണ് അതിൽ റെഡിങ്ങിൽ മാർക്ക് ചെയ്തിട്ടില്ലേ അല്ലെ? റെഡിങ്ങിൽ തന്നിട്ടുണ്ട്. അതില് എടുത്തെഴുതിയ പദങ്ങൾ, അതായത് ഇത്രയും വേർഡുകളാണ് നമുക്ക് എടുത്ത് എഴുതേണ്ടതുള്ളത്. അതിൽ എടുത്തെഴുതിയ പദങ്ങളിൽ ഏതെങ്കിലും ഒറ്റൊന്ന് മാത്രം വാക്യത്തിൽ പ്രയോഗിക്കുക എന്നാണ്. എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുക എന്നറിയോ നിങ്ങൾക്ക്? ആ പദം വരുന്ന ഒരു വാക്യം ഉണ്ടാക്കിയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. ഇപ്പൊ എങ്ങനെയാ? പേടിയോടെ ബെല്ലടിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ? പേടിയോടെ എന്നുള്ള ഒരു വാക്യത്തിൽ പ്രയോഗിക്കണം. അങ്ങനെയാണ് വേണ്ടത് അല്ലെ? എന്താണ് നിങ്ങളിപ്പോ എന്താ എഴുതുക? അച്ഛൻ എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അച്ഛൻ വരുന്നത് കാത്ത് പേടിയോടെ ഞാൻ കാത്തു നിന്നു അല്ലെ? അങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. അപ്പോ അമ്മ ആശ്വാസത്തോടെ നിന്നത് അല്ലെ? ഇന്ന് ക്ലാസ് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ആശ്വാസത്തോടെ കിടന്നുറങ്ങി അല്ലെ? അങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. ആശ്വാസത്തോടെ നിന്നത് എങ്ങനെയാ വാക്യത്തിൽ പ്രയോഗിക്കുക? ഇന്ന് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. മന്നൻ ജയന്തി ആയതുകൊണ്ട് അല്ലെ? ഇതിനൊക്കെ അങ്ങനെ വന്നു. മന്നൻ ജയന്തി ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ലാതിരുന്നോണ്ട് ഞാൻ ആശ്വാസത്തോടെ കിടന്നുറങ്ങി അല്ലെ? രാവിലെ എഴുന്നേക്കട്ട, ക്ലാസ് ഒന്നും ഇല്ല എന്നുള്ള സമാധാനത്തോടെ നിലനിർത്തത്തില് അല്ലെ? അപ്പൊ അങ്ങനെയാണ് വാക്യത്തിൽ പ്രയോഗിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെ കളിക്കാൻ കാത്ത് ക്ഷമയോടെ നിന്നു അല്ലെ? ക്ഷമയോടെ എന്നുള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുന്നത്. അതുപോലെ